പാപ്പയുടെ മലവും മൂത്രവും എടുക്കുമ്പോഴേ, ഉമ്മയുടെ മലവും മൂത്രവും എടുക്കുമ്പോഴേ അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥയെ കുറിച്ച് കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു, ചെയ്യുന്നൊരു വാക്കെന്നല്ല ദുർഗന്ധം വമിക്കുന്ന മലവും മൂത്രവും അത് കൈകൊണ്ട് നീ എടുക്കുമ്പോ സഹോദരങ്ങളെ ദുർഗന്ധം വന്നിട്ട് എന്തോ ഒരു നാറ്റം എന്ന് പോലും പറയാൻ പാടില്ല. അത്രയ്ക്കും ആദരം ബഹുമാനം കൊടുക്കേണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മൾ ആരും സഹായിക്കുന്നുള്ളവരെ, അപ്പായും ഉമ്മയും രോഗിയായിട്ട് കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 20,000, 25,000, 50,000 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് ആളെ കൊണ്ട് വന്നിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. വാപ്പയെ നോക്കാൻ എന്തേ നമ്മുടെ കയ്യിൽ എന്തേ പറ്റി? നമ്മുടെ കൈകൾക്കെണ്ടേ? നമ്മളെ എത്രയോ നാള് അവരുടെ പുടുപ്പിലും അവരുടെ മുണ്ടിലും അവരുടെ പിന്നെ കടപ്പാടത്തിലും ഒക്കെ നമ്മൾ എത്രയോ നാള് മൂത്രമൊഴിച്ചു, മലമൂത്ര വിസർജനം നടത്തി. ഒരു ദിവസം അവരുടെ മലമൂത്രം എടുക്കേണ്ടി വന്നാൽ, അവർ പോകുന്ന ബാത്റൂം എന്ന് കഴുകേണ്ടി വന്നാൽ എന്തേ നമുക്ക് നഷ്ടം? പ്രതിഫലമല്ലാതെ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുക? അല്ലാഹു അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുളികയും മരുന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് വല്ലപ്പോഴും പെരുന്നാളിന് ഏതെങ്കിലും ഒരു പെരുന്നാളിന് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് കണക്ക് പറയുന്നവരാണ് നമ്മൾ. 5-6 മക്കളുണ്ട്, അല്ലെങ്കിൽ 2-3 മക്കളുണ്ട്. ഇന്ന് മത്സരമാണ്. പണ്ട് മത്സരം ഉണ്ടായിരുന്നു മക്കൾ തമ്മിൽ. എന്താ മത്സരം? ചെറുതിലെ നമ്മുടെ മക്കൾ മത്സരിച്ചിരുന്നു. നമ്മളെ നോക്കിയിട്ട് ഇത് എന്റെ വാപ്പയാണ്, നിന്റെ വാപ്പയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മക്കൾ വലുതായപ്പോൾ നേരെ തിരിച്ചു പറയാൻ തുടങ്ങി, എന്റേത് മാത്രമല്ല നിന്റെയും വാപ്പയാണ്, നിന്റെയും ഉമ്മയാണ്. അതുകൊണ്ട് കഴിഞ്ഞ പെരുന്നാളിന് ഞാനാണ് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തത്, അതുകൊണ്ട് ഈ പെരുന്നാളിന് നീ വാങ്ങിച്ചു കൊടുത്തോ, എന്റെ കയ്യിൽ പൈസയില്ല. അല്ലേ? ഗുളികയും മരുന്നും ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തിട്ട് കണക്ക് പറയുന്ന നട്ടലില്ലാത്ത നാണം കെട്ട മക്കൾ. എങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് തോന്നുന്നു, നമുക്ക് വേണ്ടി എന്തെല്ലാം പാടുപെട്ട് ത്യാഗങ്ങൾ സഹിച്ചവരാണവർ.